മാന്ത്രികൻ, മഹാമാന്ത്രികൻ. ആളെക്കുറിച്ച് പറയാതെ തന്നെ ഈ പറയുന്ന വാക്കുകൾക്ക് അനുയോജ്യനായ ആരെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതെ, കത്തനാർ, നമ്മുടെ സ്വന്തം കടമറ്റത്ത് കത്തനാർ. കടമറ്റത്ത് കത്തനാർ എന്ന പേരിൽ പ്രശസ്തനാവുന്നതിന് മുമ്പ് കടമറ്റത്ത് കത്തനാർക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നു. ആ ജീവിതം എന്താണെന്ന് നമ്മളിൽ പലർക്കും അറിയാം. ഏതാണ്ട് AD 9-ാം നൂറ്റാണ്ടിലാണ് കടമറ്റത്ത് കത്തനാർ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നത്. പൗലോസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. കടമറ്റത്ത് കത്തനാരെ കുറിച്ച് ഏറ്റവും അധികം നമ്മൾ കേട്ടിട്ടുള്ളത് കൊട്ടാര ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലൂടെയാണ്. ഐതിഹ്യമാലയിലെ പല ഏടുകളിലും അദ്ദേഹം കടമറ്റത്ത് കത്തനാരെ കുറിച്ച് വർണ്ണിച്ചിട്ടുമുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രകാരം എറണാകുളം ജില്ലയിലുള്ള കടമറ്റം ഭാഗത്താണ് പൗലോസ് ജീവിച്ചിരുന്നത്. ഒരു ദരിദ്ര കുടുംബത്തിലാണ് പൗലോസ് കഴിഞ്ഞിരുന്നത്. എങ്കിലും അവൻ സന്തുഷ്ടനായിരുന്നു. കാരണം ഈ ഭൂമിയിൽ അവന് പറയാനായി കൂടെ ഉണ്ടായിരുന്നത് അവൻ്റെ അപ്പനും അമ്മയും മാത്രമായിരുന്നു. എന്നാൽ വിധി അവനിൽ നിന്നും അവൻ്റെ അപ്പനെയും അമ്മയെയും തട്ടിയെടുത്തു. ആ കാലഘട്ടത്തിലാണ് പേർഷ്യയിൽ നിന്നും ഫാദർ ആബെ കേരളത്തിലെത്തുന്നത്. അദ്ദേഹം ഈ കടമറ്റം എന്ന് പറയുന്ന പ്രദേശം കാണുകയും അദ്ദേഹത്തിന് ഈ പ്രദേശം വളരെയധികം ഇഷ്ടമാവുകയും ചെയ്തു. കാരണം അന്ന് ഈ കടമറ്റം എന്ന് പറയുന്ന പ്രദേശം ഒരുപാട് കാടുകളും കുന്നുകളും നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. അപ്പോൾ ഈ പ്രദേശത്ത് വന്ന് ആ കുന്നിൻ മുകളിൽ ഒരു പള്ളി സ്ഥാപിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ കടമറ്റം പള്ളി നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, അതൊരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കാണ് അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് വരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളല്ലോ, ചുറ്റും കാടുകളാണ്. ആ കാടുകളുടെ മുകളിൽ ഒരു കുന്നിലായിട്ട് ആ പള്ളി വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറൊരു തലത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ ഫാദർ ആബേൽ ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചു. അങ്ങനെ സ്ഥാപിച്ച പള്ളിയാണ് കടമറ്റം പള്ളി എന്നാണ് വിശ്വാസങ്ങൾ പറയുന്നത്. അപ്പനെയും അമ്മയെയും നഷ്ടപ്പെട്ട പൗലോസിന് ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം കടമറ്റം പള്ളിയിൽ വരികയും അവിടെ ദൈവത്തിനോട് തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് കരയുകയും ചെയ്യുന്നതായിരുന്നു. അങ്ങനെ പൗലോസ് സ്ഥിരമായി കടമറ്റം പള്ളിയിലേക്ക് വരാൻ തുടങ്ങി. സ്ഥിരമായി വരാൻ തുടങ്ങിയ പൗലോസിനെ ആബേ അച്ഛൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. വളരെ നിഷ്കളങ്കനും ദയാലുവും നല്ല സ്വഭാവത്തിനുടമയുമായ പൗലോസിനെ പെട്ടെന്ന് തന്നെ ആബേ അച്ഛന് ഇഷ്ടമാവുകയും ചെയ്തു. പിന്നീട് പൗലോസിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമെല്ലാം പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ആബേ അച്ഛൻ പൗലോസിനെ സ്വന്തം മകനെ പോലെ എടുത്തു വളർത്താൻ സ്വീകരിക്കാൻ തയ്യാറാവുകയായിരുന്നു. അങ്ങനെ ആബേ അച്ഛൻ പൗലോസിനെ സ്വന്തം മകനായി തിരഞ്ഞെടുത്തു. തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ തനിക്ക് ശേഷം അച്ഛനാവേണ്ടത് പൗലോസാണെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അച്ഛൻ മണ്ഡത്തിന് വേണ്ട പഠനങ്ങൾ പൗലോസിന് യഥാവിധി നൽകുകയും ചെയ്തു. വളരെ ധനികനായിരുന്ന ആബേ അച്ഛൻ്റെ കൂടെ ഉള്ള പൗലോസിൻ്റെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയും പൗലോസ് കടമറ്റം പള്ളിയിൽ ജീവിച്ചു. ആബേ അച്ഛന് ഒരുപാട് പശുക്കളുണ്ടായിരുന്നു. ആ പശുക്കളോടൊക്കെ ആബേ അച്ഛന് വളരെയധികം ഇഷ്ടമായിരുന്നു. ഈ പശുക്കളെ സ്ഥിരമായി കാട്ടിലേക്കും മേട്ടിലേക്കൊക്കെ മേയാൻ വിടാനായിട്ട് ഒരു ഭൃത്യനോട് കൂടെ ആബേ അച്ഛൻ വിടുമായിരുന്നു. എന്നാൽ ഒരു ദിവസം വൈകിയിട്ടും ഭൃത്യനെയോ കന്നുകാലികളെ കാണാതിരുന്ന അച്ഛൻ വിഷമിച്ചിരിക്കുമ്പോൾ അച്ഛൻ്റെ മുമ്പിലേക്ക് ഭൃത്യൻ ഓടി വരികയും കന്നുകാലികളിൽ ചിലതിനെ കടുവകൾ ആക്രമിച്ചുവെന്നും മറ്റ് ബാക്കിയുള്ള കന്നുകാലികൾ പേടിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി എന്നും ഭൃത്യൻ വിവരം അറിയിച്ചു. ഇതറിഞ്ഞ പൗലോസ് ചില നാട്ടുകാരെയും കൂട്ടി കന്നുകാലികൾ അന്വേഷിച്ച് കാട്ടിലേക്ക് യാത്രയായി. എന്നാൽ ഏതാനും സമയങ്ങൾക്ക് ശേഷം ഈ ഓടിപ്പോയ കന്നുകാലികളിൽ ഭൂരിഭാഗം കന്നുകാലികളും തിരിച്ച് പള്ളിയിലേക്ക് എത്തി. അന്വേഷിച്ചു പോയ നാട്ടുകാരും തിരിച്ചെത്തി. പിന്നീടാണ് ആബേ അച്ഛൻ അറിയുന്നത് നാട്ടുകാരോടൊപ്പം പോയ പൗലോസ് തിരിച്ചെത്തിയിട്ടില്ല. പൗലോസിന് എന്ത് സംഭവിച്ചു എന്നറിയാനായി ആളുകൾക്ക് വളരെയധികം രാത്രി ആയതുകൊണ്ട് ആർക്കും പിന്നീട് അദ്ദേഹത്തിനെ അന്വേഷിച്ച് ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇതേ സമയം കന്നുകാലികളെ അന്വേഷിച്ച് കാട്ടിലേക്ക് എത്തിയ പൗലോസ് വഴിതെറ്റി കൂടുതൽ കാട്ടിലേക്ക് യാത്രയാവുകയായിരുന്നു. കൂടുതൽ കാടിൻ്റെ ഉള്ളിലേക്കാണ് അദ്ദേഹം ചെന്നുപെട്ടത്. ഉൾക്കാട്ടിലേക്ക് ചെന്നുപെട്ട അദ്ദേഹം കാട്ടാളന്മാർ എന്ന് തോന്നിക്കുന്ന ഒരു രാക്ഷസ കൂട്ടത്തിൻ്റെ മുമ്പിൽ ചെന്നുപെടുകയായിരുന്നു. പൗലോസിനെ കണ്ടവർ പൗലോസിനെ പിടികൂടുകയും ഒരു ഗുഹയ്ക്കുള്ളിലൂടെ അവരുടെ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ചെന്ന് അവരുടെ മൂപ്പൻ്റെ മുമ്പിൽ പൗലോസിനെ കൊണ്ടു നിർത്തുകയും അവർ പൗലോസിനെ അന്നത്തെ ബലിയെ അർപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. ഇത് കേട്ട പൗലോസ് ഭയപ്പെട്ടെങ്കിലും സമചിത്തത കൈവിട്ടില്ല. എന്നാൽ ആബേ അച്ഛന് പൗലോസിനോട് തോന്നിയ അതേ വാത്സല്യം കാട്ടാളന്മാരുടെ മൂപ്പനും പൗലോസിനോട് തോന്നി എന്നുള്ളതാണ് സത്യം. കാരണം ആരെയും ആകർഷിക്കുന്ന ഒരു സ്വഭാവത്തിന് ഉടമയായിരുന്നു പൗലോസ്. പൗലോസിൻ്റെ മാനസികവ്യത കണ്ട മൂപ്പൻ പൗലോസിനോട് സംസാരിക്കുകയും
നിനക്ക് ഇവിടുന്ന് എന്തായാലും തിരിച്ചു പോകാൻ കഴിയില്ല. എന്നാൽ നീ ഞങ്ങളിൽ ഒരുവനായി ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ ഞങ്ങൾ ബലി കൊടുക്കാതിരിക്കാം എന്ന് അദ്ദേഹം പൗലോസിന് വാക്കുകൊടുത്തു. നിവൃത്തിയില്ലാതെ പൗലോസിന് അത് സമ്മതിക്കേണ്ടി വന്നു. ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം, അതായത് 12 വർഷത്തോളം പൗലോസ് ഈ കാട്ടാളന്മാരുടെ കൂടെ അവരിൽ ഒരാളെ അവിടെ ജീവിച്ചു. അവിടെ ജീവിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ കടമറ്റം പള്ളിയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇവരോടൊപ്പം കഴിഞ്ഞ പൗലോസ് ഇവരിൽ നിന്നും പലതരം മാന്ത്രിക വിദ്യകൾ പഠിക്കുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം പഠിക്കുമ്പോഴും പൗലോസിൻ്റെ മനസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ കടമറ്റം പള്ളിയും ആബെ അച്ഛനുമായിരുന്നു. ഒരിക്കൽ പൗലോസ് മൂപ്പൻ്റെ മുമ്പിൽ ചെല്ലുകയും തനിക്ക് തൻ്റെ പിതാവിനെ ഒന്ന് കാണണമെന്ന ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. പൗലോസിൻ്റെ ഈ മാനസിക വ്യത മനസ്സിലാക്കിയ മൂപ്പൻ പൗലോസിനോട് ഒരു കാര്യം പറഞ്ഞു. എനിക്കായിട്ട് ഒരിക്കലും നിന്നെ തിരിച്ചയക്കാൻ കഴിയില്ല, കാരണം അത് ഞങ്ങളുടെ ഇവിടുത്തെ നിയമങ്ങൾക്കെതിരാണ്. എന്നാൽ നിനക്ക് ഇവിടെ നിന്ന് പോകാം. അതിന് ഞാൻ നിനക്ക് ചില ഉപദേശങ്ങൾ തരാം, അത് പ്രകാരം നീ ചെയ്യുക. ഞാൻ അനുവദിച്ചിട്ടാണ് നീ ഇവിടുന്ന് പോകുന്നത് എന്ന് ഒരിക്കലും ആരോടും പറയാൻ പാടില്ല. കൂടാതെ പുറം ലോകത്ത് ചെന്നാൽ ഞങ്ങളെക്കുറിച്ചോ ഞങ്ങളിൽ നിന്ന് നീ പഠിച്ച മാന്ത്രിക വിദ്യകളെക്കുറിച്ചോ ആരോടും സംസാരിക്കാൻ പാടില്ല എന്ന് മൂപ്പൻ പൗലോസിനോട് ആവശ്യപ്പെട്ടു. സന്തുഷ്ടനായ പൗലോസ് അത് സമ്മതിക്കുകയും അദ്ദേഹത്തിൻ്റെ മൗനാനുവാദത്തോടുകൂടി അവിടെ നിന്ന് പോരുകയും ചെയ്തു. തിരികെ പൗലോസ് കടമറ്റത്തെത്തുമ്പോഴേക്കും പൗലോസിൻ്റെ പിതാവ് രോഗശയ്യയിലായിരുന്നു. പൗലോസിനെ കാണാതായ അന്നു മുതൽ അദ്ദേഹം വളരെയധികം മാനസിക ദുഃഖങ്ങളെ നേരിട്ടിരുന്നു. പൗലോസ് തിരിച്ചെത്തിയതറിഞ്ഞ പിതാവ് വളരെയധികം സന്തോഷിച്ചു. പൗലോസ് ഈ കടമറ്റത്തേക്ക് തിരിച്ചെത്തുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഒരുപാട് പ്രേതശല്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. രാത്രിയായി പുറത്തിറങ്ങാനുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് പൗലോസ് കടമറ്റത്തേക്ക് തിരിച്ചെത്തുന്നത്. അതുമാത്രമല്ല, പൗലോസിനെ അന്വേഷിച്ച് പൗലോസിൻ്റെ പുറകെ കാട്ടാളന്മാർ വന്നിരുന്നു. കാരണം നേതാവിൻ്റെ അനുവാദത്തോടുകൂടിയാണ് പോന്നിരുന്നതെങ്കിലും കാട്ടാളന്മാരുടെ അനുവാദം പൗലോസ് നേടിയിരുന്നില്ല. പൗലോസിനെ അന്വേഷിച്ച് എത്തിയ കാട്ടാളന്മാർ പൗലോസിനെ കിട്ടാതായപ്പോൾ കടമറ്റം പള്ളിയെ ആക്രമിച്ചുവെന്നും ചങ്ങല കൊണ്ട് അടിച്ചുവെന്നും കഥകളുണ്ട്. കൂടാതെ വർഷങ്ങളോളം അവരാക്രമിച്ചതിൻ്റെ പാടുകൾ പള്ളിക്ക് ചുറ്റും നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മാന്ത്രിക വിദ്യകൾ പഠിച്ച പൗലോസ് അതിനെയെല്ലാം വളരെ വിദഗ്ധമായി നേരിടുകയും കാട്ടാളന്മാരെ തിരുത്തി ഓടിക്കുകയും ചെയ്തു. ഇത് കണ്ട കടമറ്റത്തെ ജനങ്ങൾ വളരെ അത്ഭുതസ്തബ്ധരായി നിന്നു പോവുകയായിരുന്നു. പൗലോസിൻ്റെ ഈ അത്ഭുത സിദ്ധികൾ കണ്ട കടമറ്റത്തെ ജനങ്ങൾ വളരെയധികം സന്തോഷിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂതപ്രേത പിശാചുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്നറിയാതെ വലഞ്ഞിരുന്ന നാട്ടുകാർക്ക് പൗലോസ് ഒരാശ്രയമായി മാറി. അന്നു മുതൽ പൗലോസ് അവരുടെ അച്ഛനായി മാറി. കടമറ്റത്തച്ഛൻ, കടമറ്റത്ത് കത്തനാർ. കൊട്ടാരം ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലുള്ള കടമറ്റത്തച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഏടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഏട് എന്ന് പറയുന്നത് കത്തനാരുടെ കള്ളിയങ്കാട്ട് നീലിയായിട്ടുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് 2 കഥകളാണ് നിലനിൽക്കുന്നത്. അതായത് കടമറ്റത്ത് കത്തനാരായി അദ്ദേഹം കടമറ്റത്ത് പള്ളിയിൽ നിലകൊള്ളുമ്പോൾ അങ്ങ് തിരുവനന്തപുരം സൈഡിൽ, എസ്പെഷ്യലി തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള നാഗർകോവിൽ സൈഡിൽ ഒരു കള്ളിയങ്കാട് എന്ന് പറയുന്ന കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ നീലി എന്ന് പറയുന്ന ഒരു യക്ഷി കുടികൊണ്ടിരുന്നു. ഈ യക്ഷിയെ കൊണ്ടുള്ള ശല്യം കാരണം അവിടുത്തെ ജനങ്ങൾ വലയുകയായിരുന്നു. കള്ളിയങ്കാടുകളിലൂടെ രാത്രികാലങ്ങളിൽ കച്ചവടത്തിനും മറ്റുമായി ദൂരദേശങ്ങളിൽ പോയി വരുന്ന യുവാക്കളായിരുന്നു ഏറ്റവും കൂടുതൽ കള്ളിയങ്കാട്ട് നീലിയുടെ ഇരകളായി മാറിയിരുന്നത്. ഇവരെ ഒരു സുന്ദരിയായ പെണ്ണിൻ്റെ വേഷത്തിൽ വന്ന് കൂടെ കൂട്ടുകയും പിന്നീട് പാലമരത്തിൻ്റെ ചോട്ടിൽ ഇവർ മരിച്ചു കിടക്കുന്നതുമാണ് പിറ്റേന്ന് ആളുകൾ കണ്ടിരുന്നത്. അങ്ങനെ നീലിയെ തളയ്ക്കുന്ന ഉദ്യമം കടമറ്റത്തച്ഛനെ തേടിയെത്തി. അങ്ങനെ ഈ കഥയ്ക്ക് 2 വശങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ വശം പറയുന്നത് കടമറ്റത്തു നിന്നും കള്ളിയങ്കാട്ടെത്തിയ അച്ഛൻ കള്ളിയങ്കാട്ട് നീലിയെ പിടികൂടിയ ശേഷം അച്ഛൻ്റെ ബന്ധനസ്ഥിലായ കള്ളിയങ്കാട്ട് നീലി ഒരു അടിമയെ പോലെ, ഒരു വൃത്തിയെ പോലെ അച്ഛൻ്റെ പിന്നാലെ നടക്കാൻ ആരംഭിച്ചു. ഒരുപാട് ദൂരം നടന്ന് ക്ഷീണിച്ച അച്ഛൻ തൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ വീട്ടിൽ കയറുകയും അവിടെ വെച്ച് ഒരു സാഹചര്യം കിട്ടിയപ്പോൾ അച്ഛനെ കബളിപ്പിച്ച് നീലി രക്ഷപ്പെട്ടു ഓടി എന്നുള്ളതുമാണ് ഒരു കഥ. എന്നാൽ അങ്ങനെ വിട്ടുകളയാൻ അച്ഛൻ തയ്യാറായിരുന്നില്ല. പുറകെ ചെന്ന അച്ഛൻ നീലി ഒരു പുഴയിൽ കടന്ന് അപ്പുറം പോകുന്നത് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് പോകാൻ വള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഇല വെട്ടിയെടുത്ത ശേഷം ആ ഇലയിൽ യാത്ര ചെയ്ത് നീലിയെ പിന്തുടർന്ന് അച്ഛൻ ബന്ധിച്ചുവെന്നും അവിടെ തന്നെയുള്ള ഒരു അമ്പലത്തിൽ നീലി പറഞ്ഞത് പ്രകാരം കുടിയിരുത്തിയുമെന്നാണ് ഒരു കഥ. ഇതിൻ്റെ വേറൊരു കഥയുള്ളതെന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരിക്കലും നീലിയെ ബന്ധിച്ചിട്ടില്ല എന്നതാണ്.
ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയില്ല. ഇപ്പം മറ്റേ കഥയിലും നമുക്ക് വാസ്തവങ്ങളെക്കുറിച്ച് അറിയില്ല. എന്നാൽ ഇത്തരം ഒരു കഥയും കേട്ടുകേൾവിയുണ്ട്. നീലിയെ ബന്ധനസ്ഥയാക്കാൻ അച്ഛനൊരിക്കലും കഴിഞ്ഞിരുന്നില്ല എന്നും അവിടുന്ന് രക്ഷപ്പെട്ട നീലി നാഗർകോവിൽ തമിഴ്നാട് ഭാഗത്തേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. അവിടെയുള്ളൊരു അമ്പലത്തിൽ പിന്നീട് നീലിയെ കുടിയിരുത്തി എന്നും ഒരു കഥയുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ ഇപ്പോൾ ഈ അടുത്ത് വന്ന ലോക എന്ന് പറയുന്ന സിനിമയിലും നമ്മളൊരു കഥ കണ്ടിരുന്നു. അത് ഇത്തരം കഥ, ഈ ഒരു കഥകളുടെയൊക്കെ ഒരു എക്സസീവ് വേർഷനായിട്ട് നമ്മളതിനെ കണ്ടാൽ മതി. ഞാനിപ്പോൾ അതിവിടെ പറഞ്ഞു എന്ന് മാത്രം. ഇത്തരത്തിൽ മാലോകർ മുഴുവൻ പാടിപ്പൊഴുത്തുന്ന ഒരുപാട് കഥകൾ കടമറ്റത്ത് പള്ളിയെയും കടമറ്റത്ത് കത്തനാരെയും കുറിച്ച് അക്കാലങ്ങളിൽ നിലനിന്നിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് കൂടുതലും പറയപ്പെട്ടിട്ടുള്ളത് പള്ളിയോട് ചേർന്ന് ഒരു മാന്ത്രിക കിണർ ഉണ്ട്. ആ മാന്ത്രിക കിണറിലേക്ക് അദ്ദേഹം ഇറങ്ങിപ്പോവുകയും അവിടെ വെച്ച് അന്തർദാനം ചെയ്ത് അദ്ദേഹം ഭൂമിയോട് വിട പറയുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതായത് പിന്നീട് ഒരിക്കലും അദ്ദേഹം ആ കിണറിൽ നിന്ന് കയറി വന്നില്ല എന്ന്. മാത്രവുമല്ല, നമ്മുടെ നേരത്തെ കഥയിൽ പറഞ്ഞ ആ കാട്ടാളന്മാരുടെ മൂപ്പൻ മരിച്ചപ്പോൾ ആ മൂപ്പനെ കാണാനും അദ്ദേഹം രഹസ്യമായി ഈ പാതാള കിണറിലൂടെയാണ് പോയത് എന്നൊരു കഥയുമുണ്ട് ഈ കിണറിനെ ചുറ്റിപ്പറ്റി. അപ്പോൾ ഇത്തരത്തിൽ കടമറ്റത്ത് അച്ഛനെ കുറിച്ചുള്ള കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ കഥകൾക്കെല്ലാം നമുക്ക് പുതിയ ജനറേഷന് കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ളത് ഒരുപാട് സിനിമകളും സീരിയലുകളുമാണ്. പ്രേം നസീർ അഭിനയിച്ചിട്ടുള്ള കടമറ്റത്തച്ഛൻ, ഇപ്പോൾ റീസെൻ്റ്ലി സണ്ണി വെയിൻ അച്ഛനായി വന്നിട്ടുള്ള ലോക, അതുകൂടാതെ ഇപ്പോൾ ജയസൂര്യ കടമറ്റത്തച്ഛനായി വരുന്ന കത്തനാർ എന്ന് പറയുന്ന സിനിമ, ഇതെല്ലാം സിനിമയ്ക്ക് കടമറ്റത്തച്ഛൻ എത്രത്തോളം പ്രചോദനമായി എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതിനെല്ലാം ഉപരി മലയാളികളെ ഏറെയധികം സ്വാധീനിച്ചിട്ടുള്ള ഏഷ്യനെറ്റിലെ പ്രകാശ് പോൾ അഭിനയിച്ചിരുന്ന കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന TV സീരിയൽ നമുക്ക് ആർക്കും, പ്രത്യേകിച്ച് 90s കിഡ്സിന് മറക്കാനും കഴിയില്ല.